ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഇഫ്താർ വ്ളോഗാണ്. ഇതിലും നേരത്തെ വീഡിയോയിലെ പോലെ തന്നെ കുറേ റെസിപ്പീസും പിന്നെ ഇഫ്താറിന് നമ്മൾ നോമ്പ് തുറയുടെ ഒരു ക്ലിപ്പും ഉണ്ട്. അപ്പം ഞാനവിടെ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി, അതുപോലെ തന്നെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ, പിന്നെ ഒരു സോസേജ് കൊണ്ട് ഒരു ബർഗറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പം നേരത്തെ തന്നെ ഞാൻ ചിക്കനൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായി. അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് കഴുകാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെസിപ്പീസിന് വേണ്ടിയുള്ള പച്ചക്കറികളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. അത് അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല റെസിപ്പിയിൽ. നമുക്ക് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ ഇവിടെ 3 എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഗോബി മഞ്ചൂരിയന്, ഒരെണ്ണം നമ്മുടെ സ്പ്രിംഗ് റോളിന്, ഒരെണ്ണം നമ്മുടെ ഫ്രൈഡ് റൈസിന്. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ഉണങ്ങിയ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അച്ചത്തെ ഭാഗം ആ ഉള്ളിയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുക. പിന്നെ ആ വേര് പോലത്തെ ഭാഗം മുറിച്ചെടുത്തതിന് ശേഷം നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുക്കുക. കാരണം മണ്ണിൽ വളരുന്ന സംഭവമാണ്. ഇനി ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് സ്പ്രിംഗ് റോളിന് വേണ്ടി മാത്രമുള്ളതാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാബേജ് ഇതുപോലെ നീളത്തിലാണ് അരിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ സെയിം ആയിട്ടാണ് അരിയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക്. പിന്നെ ഇന്നത്തെ നോമ്പുറ കുറച്ച് ആർഭാടായിപ്പോയോ എന്നെനിക്കൊരു ഡൗട്ടില്ലാതില്ല. കാരണം ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത് വേറെ സ്നാക്സൊന്നും ഇല്ല എന്നൊരു ബോധത്തിലാണ്. പക്ഷേ പിന്നെ ഫ്രിഡ്ജർ നോക്കിയപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ സമൂസയൊക്കെ ബാക്കിയുണ്ടായത്. മൊത്തപ്പടി ഒരു ആർഭാട നോമ്പുറയായിപ്പോയി ഇന്ന്. അപ്പോൾ അതാ ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് നമ്മുടെ സ്പ്രിംഗ് റോൾ ഫില്ലിങ് ഉണ്ടാക്കുക. അതിനായിട്ട് പാനിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഇട്ട് കൊടുക്കുക. ഓപ്ഷണലാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സവാള കുനുകുനാന്ന് അരിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക, ആ പച്ചമണക്കം മാറുന്ന വരെ. പിന്നെ സൈഡിൽ നോർമൽ മസാല വെച്ച് ചിക്കനും പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ സവാള വഴണ്ട് വരുമ്പോൾ അതിലോട്ട് മുളക് പൊടി, ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ക്യാബേജും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഞാൻ ഫുള്ള് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റും ക്യാബേജും ഞാൻ നമ്മുടെ ബർഗറിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് വാടി വന്നാൽ ക്യാരറ്റും ക്യാബേജും ഒരു ലൈറ്റായിട്ട് കുക്കായാൽ മതി, ഓവറായിട്ട് കുക്കാവണ്ട. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഫില്ലിങ്ങിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി പരിപാടി ഉണ്ട്. പക്ഷേ തൽക്കാലത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ സോസേജൊക്കെ പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായി. ഇതും കൊണ്ടാണ് നമ്മളിന്നൊരു ബർഗർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഇനി നമ്മുടെ സൈഡിൽ ചിക്കനൊക്കെ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചെറിയ ക്ലിപ്സ് എടുത്ത് വെച്ചാണ്. പിന്നെ ഞാൻ ഇന്നലെ രാത്രി മീനച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പം അത് ഇന്നാണ് ഞാൻ ഭരണിയിലോട്ട് ആക്കണത്. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ആ റെസിപ്പി ഒന്ന് കാണാം. അപ്പോൾ അതാ ഞാൻ ഇവിടെ കേരമീനാണ് എടുത്തേക്കുന്നത്. അത് നല്ലോണം ഒന്ന് കുരുകുരാന്നാണ് അരിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് നല്ലോണം കഴുകിയെടുക്കുക. ഈ നമ്മുടെ നോമ്പിൻ്റെ അത്താഴത്തിൻ്റെ ടൈമിലൊക്കെ കഴിക്കാൻ ബെസ്റ്റ് റെസിപ്പി ആട്ടോ. ഇനി ആ കഴുകി വൃത്തിയാക്കിയ അരിഞ്ഞ മീനിലോട്ട് ആവശ്യമുള്ള ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യമുള്ള ചെറുനാരങ്ങ നീരും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ നോർമൽ മസാലയാണ് ഇട്ടത്. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് വെക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. മീൻ പൊരിക്കാനുള്ള എണ്ണ എടുക്കുക. എന്നിട്ട് മീൻ അതിലോട്ട് ഇട്ടിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ആ ടൈമിൽ ഞാൻ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അച്ചാറിന് വേണ്ട സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാത്തതുകൊണ്ട് ചെറുതായിട്ട് അടി പിടിച്ചു പോയി. എന്നാലും കുഴപ്പമില്ല, സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സെയിം ഇതിലോട്ട് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉലുവ, കുറച്ച് കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കായം, ഈ നമുക്ക് വേണമെങ്കിൽ അച്ചാർ പൊടി ഇടാം കേട്ടോ. അപ്പോൾ ഇത്ര ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച മീനും കൂടി ഇട്ട് കൊടുക്കുക. മീൻ നല്ലോണം മൊരിയാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊരിക്കുമ്പോൾ. ഇനി അതിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ വിനേഗർ ഒഴിക്കാം. 2 ക്യാപ്പ് വിനേഗർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ എടുക്കുന്ന മീനിൻ്റെ അളവനുസരിച്ച് ഒഴിക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടും. അങ്ങനെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചത് ആണ്. അപ്പോൾ അത് ഇന്നലത്തെ വീഡിയോ ആയിരുന്നു. അപ്പോൾ മീനച്ചാറൊക്കെ സെറ്റാക്കി. പിന്നെ ഇത് ഞാൻ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അവിലും അതുപോലെ തന്നെ പഴമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നപ്പോൾ
നല്ല ക്യൂട്ടായിട്ടുണ്ടായി പാക്കേജ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചാണ്. അങ്ങനെ പഴത്തിന്ന് ഞാലിപ്പൂവനാണ്, അതിൽ നിന്ന് 3 എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു 3 ഗ്ലാസ്സിലായിട്ട് ഓരോ പഴം വെച്ചിട്ട് കൊടുക്കുക. ഇനി അത് ഒന്ന് നല്ലോണം ഉടച്ചെടുക്കുക. അപ്പോൾ ഉടച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് പഞ്ചസാര ആവശ്യമായിട്ടുള്ള ഞാൻ ഒരു 3 ടീസ്പൂൺ വെച്ചാണ് ഇട്ടേക്കുന്നത്. അതോടെ ഇട്ട് നല്ലോണം വീണ്ടും ഒന്ന് ഉടച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് അവിൽ ചേർക്കാം. യൂഷ്വലി അവിൽ മിൽക്കിലോട്ട് പൊരി അവിലാണ് ഒത്തൻറ്റിക്കായിട്ട് ചേർക്കുന്നത്. പക്ഷെ നമ്മുടെ നോർമൽ പരന്ന അവിൽ ചേർത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് പോഹായിരുന്ന അവിൽ തന്നെയല്ലേ ഇത്, പക്ഷേ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടായി. പിന്നെ ടൂട്ടി ഫ്രൂട്ടി അത് ഓപ്ഷനിലാണ്. നട്ട്സ് ഇടുക, കടല പീനട്ട് ഇട്ട് കൊടുക്കുക, പിന്നെ പാലും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല, ഫ്രിഡ്ജ് കയറ്റി വെക്കാണ്. നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് എടുക്കുക. ഇനി നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയിലോട്ട് തിരിച്ച് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിലോട്ട് പൊരിച്ച ചിക്കൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതും സ്പ്രിംഗ് റോളിൻ്റെ ഗ്രീൻ പാർട്ടും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി. ഇനി അതൊന്ന് ഷേപ്പാക്കണം. ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് നല്ല തിന്നായിട്ടുള്ള ഷീറ്റാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഡയമണ്ട് പോലെ വെക്കുക. എന്നിട്ട് കുറച്ച് കയറ്റിയിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അറ്റത്ത് നമ്മൾ ആ മൈദയുടെ പേസ്റ്റ് ചേർക്കുക. പിന്നെ 2 സൈഡിലും മൈദയുടെ പേസ്റ്റ് ചേർത്ത് ഒട്ടിക്കുക. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യുക. ഒരു നമ്മുടെ മെസ്സേജ് കാർഡൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല, കാരണം ഞാൻ സ്പീഡായിട്ട് എടുത്ത വീഡിയോ ആണ്. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് തിരക്കായിരുന്ന ഈ ടൈം ആയപ്പോഴേക്കും പിന്നെ സ്പ്രിംഗ് റോൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബർഗറിൻ്റെ റെസിപ്പി നോക്കുക. അതിനായിട്ട് സോസേജിലോട്ട് ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയായിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുക. ഇനി ആ സെയിം പാനിലോട്ട് തന്നെ ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കുക. ഇനി ബണ്ണെടുക്കുക. ആ ടൈമിലേക്ക് നമ്മുടെ സോസേജ് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്യാം. ഇനി ബണ്ണിലോട്ട് നമുക്ക് തന്തൂരി മയണൈസാണ് ഞാൻ ചേർക്കുന്നത്. ഇഷ്ടമുള്ള മയണൈസ് ചേർക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ആയാലും മതി. പിന്നെ സോസേജ് വെക്കുക, കുക്കുംബർ വെക്കുക, ക്യാരറ്റും ക്യാബേജും വെക്കുക, ടൊമാറ്റോ സോസ് വയ്ക്കുക, അടച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാണ് നമ്മുടെ നോമ്പുറൊക്കെയുള്ള സംഭവങ്ങൾ. എക്സ്ട്രാ വന്ന അതിഥികളാണ് ഈ സമൂസയും പക്കവടയൊക്കെ. അങ്ങനെ അതാ പാങ്ക് കൊടുത്തു. നമ്മൾ നോമ്പൊക്കെ തുറന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായി. പ്രത്യേകിച്ച് നോമ്പ് പിടിച്ച് കഴിക്കണോണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ എല്ലാം കഴിച്ചു. ഇനി കുറച്ച് നേരം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കുക്കിങ്ങിലോട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഫ്രൈഡ് റൈസാണ് ഇനി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനൊരു 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലോണം കഴുകിയെടുക്കുക. പക്ഷേ ഈ 2 കപ്പ് അധികമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1.25 കപ്പാണ് ഞങ്ങളുടെ 4 പേരുള്ള ഫാമിലിക്ക് വേണ്ടത്. ഗോബി മഞ്ചൂരിയനുള്ള കോളിഫ്ലവർ നേരത്തെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായി. കാരണം ഇതൊക്കെ നല്ല കെമിക്കൽസുള്ള സംഭവങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഉപ്പും മുളക് പൊടിയല്ല മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചാൽ നല്ലതായിരിക്കും. ഇതാണ് കുഞ്ഞു പീസായിട്ടാണ് നമ്മൾ കോളിഫ്ലവർ അരിയേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മൈദ ഇട്ട് കൊടുക്കുക. ഈ കോളിഫ്ലവറോടെ നമുക്ക് മൈദ ഇട്ട് കൊടുക്കുക, കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക, അരിപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യമായിട്ടുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് വെള്ളം, ഇത്രയാണ് വേണ്ടത്. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഈ വീഡിയോ കുറച്ച് മെസ്സി ആയിട്ടുണ്ടായി. സത്യം പറഞ്ഞാൽ എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടായി. ഓക്കെ എന്തായാലും ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന തിരക്ക് പിടിച്ചെടുത്ത വീഡിയോസാണ് കേട്ടോ ഇത്. ഇനി കുറച്ച് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ടൈമിലേക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പ്രോൺസ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസിനൊക്കെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ മേക്കിംഗ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ നേരത്തെ പൊരിക്കാൻ വേണ്ടി വെച്ച കോളിഫ്ലവറും സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ആ വീഡിയോയിൽ നമ്മൾ തന്നെ ഒരു സ്പൈസി സോസ് ഉണ്ടാക്കിയിട്ടാണ് കാണിച്ചത്. പക്ഷേ ഇതിൽ ഞാനിവിടെ ഷെസ്വാൻ സോസാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് അടിപൊളിയെന്ന് തോന്നുന്നത്. വേറെ സോസ് നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവിൽ മിൽക്ക് ഐസ്ക്രീമൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടായി. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ പോഹ എല്ലാം കൂടി ഭയങ്കര കട്ടി വന്ന ഒരു സെറ്റായിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി ഇതാ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ആദ്യം സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഓയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള ഇട്ട് കൊടുക്കുക. സവാള സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടത്. എനിക്ക് ഉമ്മയാണ് കട്ട് ചെയ്ത് തന്നത്. അപ്പോൾ ഉമ്മ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞത് നമ്മൾ കുനുകുന അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അതായത് ക്യൂബായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയല്ല സത്യം പറയാൻ വേണ്ടത്. ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്നാലും
ഒരു ടെക്സ്ചർ വ്യത്യാസമുണ്ട്. പിന്നെ സവാള നല്ലോണം വഴറ്റി കൊടുക്കുക, നല്ല ഗോൾഡൻ കളറായിട്ട് വരാം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അല്ല, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് കൊടുക്കുക, ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക, ഇനി ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക. അത് കുറച്ച് ലാവിഷായിട്ട് ഇട്ടോ, ഓവറാക്കണ്ട, എന്നാലും കുറച്ച് ലാവിഷായിക്കോ. അതും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഗോബി മഞ്ചൂരിയന് ഇങ്ങനെയല്ല സവാള വേണ്ടത്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ച കോളിഫ്ലവറും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് ഈ ടെക്സ്ചർ വ്യത്യാസം ഉണ്ടായി ഈ ഗോബി മഞ്ചൂരിയന്. പിന്നെ സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.